നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിയിൽ വളപ്രയോഗത്തിന്റെ എങ്ങനെയാണ് വളപ്രയോഗം, എന്തെല്ലാം വളപ്രയോഗങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറ്റിയിട്ട് കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൃഷിയിലെ വളപ്രയോഗം, അത് ജൈവ രീതിയിലുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയും, ഇത് രണ്ടും നമുക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ജൈവവളങ്ങളും രാസവളങ്ങളും രണ്ടും കൂടി ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റ് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു GAP, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമുക്ക് ജൈവവളങ്ങളും രാസവളങ്ങളും ഒരുമിച്ച് അത് രണ്ടും കൂടി ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടിവളമായിട്ട് സാധാരണയായി ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിവളമാണ്. അതുപോലെ നമുക്ക് കോഴിവളം, ചാണകം അടിവളമായിട്ട് കൊടുക്കാം, അതുപോലെ ആട്ടിൻ കാഷ്ടം. അപ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ കിട്ടുന്നത് അത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത് ചാണകവും കിട്ടുന്നുണ്ട്, അതുപോലെ കോഴിവളവും. അപ്പം ഞാൻ കൂടുതലായിട്ട് ആദ്യം അടിവളമായിട്ട് കൊടുക്കുന്നത് കോഴിവളമാണ്. അതോടൊപ്പം തന്നെ കോഴിവെള്ളത്തിനോടൊപ്പം തന്നെ ഞാൻ വേപ്പിൻ പിണ്ണാക്ക്, അതായത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും. വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാഷ്യം മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു വളവും, അതുപോലെ തന്നെ കീടനിയന്ത്രണത്തിലുള്ള, അതായത് നമ്മുടെ ചെടികളുടെ വേരിൽ ഉണ്ടാവുന്ന നിമാവിരകൾ, ഇതിനെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കും. അപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക്, അതായത് ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം മൂന്നിന്റെയും കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കൂട്ടാണ് വേപ്പിൻ പിണ്ണാക്ക്. അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലുപൊടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പോൾ ജൈവകൃഷി മാത്രം ചെയ്യുന്നവർക്ക് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അടിവളമായിട്ട് ഇത് രണ്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുപോലെ ഞാൻ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം, കോഴിവളം, അപ്പൊ ഇത് മൂന്നുമാണ് ആദ്യമേ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രാസവള കൃഷി ചെയ്യുന്നവർക്ക്, ജൈവ കൃഷി ചെയ്യുന്നവർക്കും ഇത് അടിവളമായിട്ട് ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ തൈ നടുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇന്നിവിടെ പയറിന്റെ തൈ നടാൻ വേണ്ടിയിട്ട് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നിവിടെ പയർ നടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വളങ്ങളെല്ലാം കൊടുത്തു. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കോഴിവളം, ഇത് മൂന്നും എടുത്ത് മിക്സ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യുന്ന, അതായത് ഇത് അതുപോലെ തന്നെയാണ് രാസകൃഷിയും ജൈവ കൃഷിയും ചെയ്യുന്നവർക്ക് രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ആണ് ഈ PGPR ഫസ്റ്റ്. ഇതും യഥാർത്ഥത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളത്തിന്റെ ഒരു കൂട്ടാണ് നമ്മുടെ PGPR ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഈ PGPR ഉപയോഗിക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് രാസവളങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ജൈവ കൃഷി ചെയ്യുന്നവർക്കും രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്കും ഇത് ഇത്രയും വളങ്ങൾ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ തൈ നടുന്ന സമയത്താണ് നമ്മൾ PGPR ഇട്ട് നടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തൈ നടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് PGPR ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കുറച്ച് PGPR ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് PGPR ഏകദേശം ഒരു 10-30 ഗ്രാം മതിയാവും. കുറച്ച് നമുക്ക് ഈ PGPR ഈ കുഴിയിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് നല്ലതുപോലെ നമുക്ക് മണ്ണ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ എല്ലാ കൃഷിയിലും ഈ PGPR ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഏത് പാവലായാലും പയറായാലും എല്ലാ കൃഷികളിലും ഞാൻ സാധാരണയായിട്ട് ഈ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാം. ഇത് മൈക്രോറൈസ എന്ന് പറയുന്ന ജീവാണുവാണ്. ഇത് വേര് പടലങ്ങൾ നല്ല പുഷ്ടിയായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും ചെടി നല്ല പുഷ്ടിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാം ഉപയോഗിക്കുന്നത്. ഇതും നമുക്ക് രാസകൃഷി ചെയ്യുന്നവർക്കും ജൈവ കൃഷി ചെയ്യുന്നവർക്കും ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെടി നടുന്നതിന് മുൻപ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് നമുക്ക് വാം ഉപയോഗിക്കുമ്പോൾ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ കുഴിയെടുക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഒരു മൂട്ടിൽ 5 പയറാണ് നടുന്നത്. അപ്പോൾ ഈ 5 കുഴി ഞാൻ എടുത്തു.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നുള്ള്, അതായത് ഈ കുഴിയിലേക്ക് നമ്മൾ ഒരു നുള്ള് വാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നുള്ള് വാം നമ്മൾ ഈ കുഴിയിലിട്ടേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പയറിൻ്റെ തൈ നമുക്ക് ഇതിലേക്ക് ഈ കറക്റ്റ് ആ കുഴിയിൽ, ആ വാം ഉള്ള ആ കുഴിയിലേക്ക് നമ്മൾ ഈ പയറിൻ്റെ തൈ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തൈ നമുക്ക് നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ ഇത് ജൈവ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ തൈ നട്ട് ഏകദേശം ഒരു 15 ദിവസം കഴിയുമ്പോൾ രാസകൃഷി ചെയ്യുന്നവർക്ക്, അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ചെടി വളർന്നു വരുമ്പോൾ ഞാൻ രാസവളം ചെറിയ രീതിയിൽ കൊടുക്കാറുണ്ട്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈൽഡ് ലഭിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് രാസവളങ്ങളും കൂടെ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനി ഒരു 10 ദിവസം മുതൽ 15 ദിവസമാണ് നമ്മുടെ കണക്ക്. ഈ 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു 50 ഗ്രാം രാജ്ഫോസ്, അതായത് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ, രാജ്ഫോസ് അല്ലെങ്കിൽ മസൂരി ഫോസ്, അങ്ങനെയുള്ള ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു 5 തൈക്ക് കൂടെ വേണ്ടിയിട്ട് ഒരു 30 ഗ്രാം പൊട്ടാഷ്, 20 ഗ്രാം യൂറിയ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ചെടിക്ക് 15 ദിവസങ്ങൾ, അതായത് ചെടി ഇപ്പോൾ തൈ നട്ട് 15 ദിവസം കഴിയുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനിപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചാണകം കൊടുക്കാം. ചാണകം, കുറച്ച് നൈട്രജന്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എനിക്ക് ചാണകം കിട്ടുകയാണെങ്കിൽ ഞാൻ ചാണകം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വീണ്ടും, അതായത് 15 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും 15 ദിവസം ഏകദേശം, അപ്പോൾ ചെടി നട്ട് 30 ദിവസം ആകുമ്പോൾ ഇതേ അളവിൽ 30 ഗ്രാം പൊട്ടാഷ്, 20 ഗ്രാം യൂറിയ വീണ്ടും ഈ ചെടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 45 ദിവസം, ചെടി തൈ 15 ദിവസം ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഏകദേശം ഒരു 45 ദിവസത്തെ വളർച്ച നമ്മുടെ തൈക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പൂക്കണ്ണിയൊക്കെ ആയി തുടങ്ങും പയർ. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി കൊടുക്കുന്ന ജൈവ കൃഷി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ചാണകത്തിന്റെ സ്ലറി, അതുപോലെ തന്നെ മറ്റേ ഹരിത കഷായം, ജീവാമൃതം, ഇങ്ങനെയുള്ള ജൈവ സ്ലറികൾ നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാക്കുകയും അതുപോലെ നല്ല നല്ല പൂക്കണ്ണിയൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പം നമുക്ക് ചാമ്പൽ അത് നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ ജൈവ കൃഷി ചെയ്യുന്നവർ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നല്ലതുപോലെ പൂക്കുന്നതിന് വേണ്ടിയിട്ടും കായ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമിക് ആസിഡ്, അപ്പോൾ ഇതും നല്ലതുപോലെ നമുക്ക് കായ്ക്കുന്നതിന് വേണ്ടിയിട്ടും പൂക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒഴിച്ച് ഇതിൻ്റെ മൂട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കായ്മാനം കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ തന്നെ കാൽസ്യം നൈട്രേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇക്കോ ഷോപ്പുകളിലെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പം ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ഈൽഡ് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെടി കായ്ക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ നല്ല രീതിയിലൊരു വളപ്രയോഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നല്ല ഒരു വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വളപ്രയോഗമാണ് ഞാൻ എൻ്റെ കൃഷിയിൽ അവലംബിക്കുന്നത്. അപ്പോൾ രാസകൃഷി ചെയ്യുന്നവർക്ക് ആ രാസവളങ്ങൾ കൂടെ ഉപയോഗിക്കാം. അതുപോലെ ജൈവകൃഷി മാത്രം ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും കൂടി ഇടകലർത്തിക്കൊണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ കൃഷിയിൽ നല്ല രീതിയിലുള്ള ഈൽഡ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളപ്രയോഗം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ വളത്തിൻ്റെ ആവശ്യമാണ്, നല്ല രീതിയിലുള്ള വളം ഉണ്ടെങ്കിലേ പറ്റും. അപ്പം എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടത് രാസവളം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ, അല്ല അത് വേണ്ട ജൈവ കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും നന്ദി, നമസ്കാരം.